അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൂസ് ആൻഡ് ഇപ്പൂസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നും എന്നല്ല, ഒരു സന്തോഷ വാർത്തയാണ് നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം. അതായത് കാനഡയിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് ടീം ഇന്ത്യയിലേക്ക് വരുന്നു. അതും കർണാടകത്തിൽ വന്ന് അവർ ഡയറക്റ്റ് അവിടെ നിന്നുള്ള ഗവൺമെൻറ്റിൽ നിന്നുള്ള ആൾക്കാരാണ്. അവർ വന്ന് നേഴ്സുമാരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. അവരുടെ ഒരു മെയിലുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആ മെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ നിങ്ങളുടെ CV-യും അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു ഡീറ്റെയിൽ അവർക്ക് മെയിലായിട്ട് അയയ്ക്കുക. അതായത് നല്ലതായിട്ട് ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നൊക്കെ ഉള്ള ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ മെയിലൊക്കെ സെറ്റ് ചെയ്ത് അയയ്ക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പേ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കുക. അപ്പം സ്കിപ്പ് ചെയ്യാൻ താല്പര്യം സ്കിപ്പ് ചെയ്ത് കാണുന്നവർ വീഡിയോ കാണാതിരിക്കുക, അതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പം പൊതുവെ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് കൂടുതലാണ്. അതിപ്പോൾ പലപ്പോഴും പല ആൾക്കാരും നമ്മളോട് പറഞ്ഞു അതിൻ്റെ ലെങ്ത് കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ മാക്സിമം അത് ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള മീൻസ് നമുക്കൊരു കമൻറ്റ് ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല കാര്യമാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മുടെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വേറൊന്നുമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നായിരുന്നു. ഇതുപോലെ കാനഡയിൽ നിന്നും ആൾക്കാർ വരുന്നു റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാംഗ്ലൂർ വെച്ചിട്ട്, കർണാടകത്തിൽ വെച്ചിട്ട്. അത് അവർ നോക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മുടെ കർണാടകത്തിൽ നിന്ന് പഠിച്ച ആൾക്കാരും അതേപോലെ വേറെ മീൻസ് സ്റ്റേറ്റ്സിൽ നിന്ന് പഠിച്ച ആൾക്കാരും ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഇന്ത്യൻ നേഴ്സസിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ടാണ് അവർ വന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നത് തന്നെ. അപ്പോൾ നമുക്ക് നേഴ്സുമാർക്ക് നല്ലൊരു അവസരമാണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി പഠിച്ചവർക്കും അതേപോലെ തന്നെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി പഠിച്ചവർക്കും ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പുറത്തു പോകാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പോയിട്ട് എഴുതി കിട്ടുന്നില്ല, അല്ലെങ്കിൽ IELTS എഴുതി കിട്ടുന്നില്ലാത്തവർക്കൊക്കെ നല്ലൊരു ചാൻസാണ്. ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്. ഒരു 5 പൈസ പോലും നിങ്ങൾ മുടക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സമയം ഒരു ഷോർട്ട് പീരീഡ്, അതായത് ഒരു മെയിൽ ടൈപ്പ് ചെയ്ത് ഒരു മെയിൽ അയയ്ക്കുക എന്നുള്ളൊരു ടൈം മാത്രം നിങ്ങൾക്ക് മതി. പിന്നെ റിക്രൂട്ട്മെൻറ്റ് അവർ ഡേറ്റ് അനൗൺസ് ചെയ്യും, അല്ലെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അത് നിങ്ങൾ നോക്കിയിരുന്നിട്ട് എന്നാണോ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടുന്നത്, അത് എന്നാണോ അവർ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്, ആ ടൈമിൽ പോയിട്ട് നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ നല്ലതായിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോവുക. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്. ഒരു 5 പൈസയുടെ പോലും ചിലവില്ല. പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാം എന്നുള്ളൊരു പ്രൂഫ് അവർ അതിൻ്റെ അകത്ത് ആവശ്യപ്പെടും. അപ്പോൾ നിങ്ങൾ അവരായിട്ട് റിക്രൂട്ട്മെൻറ്റ് എന്താണെങ്കിലും ഒരു ഫേസ് ടു ഫേസ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ അത്യാവശ്യം നല്ലതായിട്ട് പെർഫോം ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ തയ്യാറെടുക്കുക. അപ്പം മോസ്റ്റ് ഓഫ് എനിക്കറിയാം കേരളത്തിലുള്ള ആൾക്കാർ OET അതുപോലെ IELTS ഒക്കെ ട്രൈ ചെയ്യുന്നവരാണ്. അപ്പം അതിനെപ്പറ്റി പിന്നെ ഞാൻ ഇനി പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഈ അവസരം യൂട്ടിലൈസ് ചെയ്യുക. കർണാടകത്തിൽ വെച്ചിട്ടാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിലൊന്ന് കയറി വിസിറ്റ് ചെയ്തിട്ട്, അതേപോലെ ഈ പ്രൊവിൻസിനെ പറ്റി, ഫൗണ്ട്ലാൻഡ് എന്ന് പറയുന്നതും ലാബ്രഡോർ എന്ന് പറയുന്നതും ആയിട്ടുള്ള പ്രൊവിൻസിനെ പറ്റിയിട്ട് നിങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സ്റ്റഡി ചെയ്യുക. അപ്പം അവിടുത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഇന്ത്യൻസിനെ സംബന്ധിച്ചോളം പല ആൾക്കാർക്കും ശ്വാസം മുട്ടലും അങ്ങനെയുള്ള പല തണുപ്പ് സംബന്ധമായിട്ടുള്ള പല ഡിഫിക്കൽട്ടീസും ഉണ്ടാകാറുണ്ട്. അപ്പം അത് സിവിയറായിട്ടുള്ളവർ അവോയ്ഡ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്ത് അവിടെ പോയിട്ട് പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിഷമമായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് കൺസിഡർ ചെയ്തിട്ട് അതിന് താല്പര്യമുള്ളവരൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലാണ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മറുനാടൻ മലയാളിയിൽ ഞാനൊരു വോയിസ് ക്ലിപ്പ് കേട്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ഓൾറെഡി വീഡിയോ ചെയ്തു അതിനെ പറ്റിയിട്ട്. ഏതോ ഇടുക്കിയിലാണെന്ന് തോന്നുന്നു, ഏതൊരു സഭയിൽ അച്ഛൻ കുരു പൊട്ടുന്നത്, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് നേഴ്സുമാർ പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ കയറി അങ്ങ് രോക്ഷാകുലനായിട്ടൊത്തിരി സംസാരിച്ചു എന്നാണ് ആ ഓഡിയോ ക്ലിപ്പിൽ കേൾക്കാൻ സാധിക്കും. നിങ്ങൾക്ക് അത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം അതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ നല്ല രീതിയിൽ എൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. മറുനാടൻ മലയാളിയിൽ പുള്ളിക്കാരൻ ഷാജോണ് പുള്ളിക്കാരൻ്റെ പേര്. അപ്പം ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് യൂട്യൂബ് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ അകത്ത് വന്ന ന്യൂസ് ആയതുകൊണ്ട് ഞാൻ കണ്ട.
അപ്പോൾ ആ പുള്ളിക്കാരൻ നല്ല രീതിയിൽ അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ഈ അച്ഛന്മാർ പ്രസംഗിക്ക് ഉപദേശിച്ചാൽ മതി. നിങ്ങൾ മീൻസ് നിങ്ങളുടെ ആ ഒരു അരമണിക്കൂറത്തേക്ക് ആ പ്രസംഗത്തിൽ നിങ്ങൾ നല്ലതായിട്ട് നടക്കാനുള്ള കാര്യങ്ങൾ, മനുഷ്യർ നല്ലതായിട്ട് നടക്കാനുള്ള കാര്യങ്ങൾ ഉപദേശിച്ചാൽ മതി. ഞങ്ങളെവിടെ പോകണം, ഞങ്ങളെവിടെ പോകണ്ട എന്നുള്ളത്, എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യണം, എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യേണ്ട എന്നുള്ളത് പറയാനുള്ള അധികാരം ഈ പറയുന്ന അച്ഛനോ സഭയ്ക്കോ ഇല്ല. ഒന്നാമത്തെ കാര്യം. കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് നല്ല സ്ഥലം നോക്കി ഞങ്ങൾ പോകുന്നതും എടുക്കുന്നതും. ഈ പറയുന്ന ഈ അച്ഛന്മാരൊക്കെ സഭയിൽ വലിയ മെത്രന്മാരെ കണ്ടിട്ട് ഈ ഗൾഫിലോട്ടും അതുപോലെ തന്നെ UK അല്ലെങ്കിൽ എന്താ പറയുന്നത് അമേരിക്കയിലോട്ടൊക്കെ പോകുന്നത് എന്തുകൊണ്ടാ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകുന്നത്? അതൊന്ന് പറ. അപ്പം ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നതൊന്നുമല്ലല്ലോ. നിങ്ങൾ ഗൾഫിലോട്ട് വരുന്നത് ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് വരുന്നതൊന്നുമല്ല. നിങ്ങൾ ഇവിടുന്ന് നിങ്ങളുടെ 2 വർഷത്തെ ആണെങ്കിൽ 3 വർഷത്തെ ആണ് 4 വർഷത്തെ സർവീസ് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ എല്ലാ വീട്ടിലും കയറി വിസിറ്റ് ചെയ്ത് കൈ നിറയെ കാശ് വാങ്ങിച്ചിട്ടല്ല നിങ്ങളെല്ലാവരും പോകുന്നത് അല്ലേ? അപ്പം നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ആരും ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ ഈ അച്ഛന്മാർ ഇപ്പം പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ജീവോപാധ്യം എന്നുള്ള രീതിയിലാണ് നിങ്ങളിപ്പോൾ എല്ലാവരും അച്ചപ്പട്ടത്തിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. സമൂഹത്തിൽ വലിയ മാന്യത കിട്ടും, റെസ്പെക്റ്റ് കിട്ടും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടന്നല്ലേ. അപ്പോൾ എന്താണേലും അതിനെപ്പറ്റി കൂടുതൽ പറയണ്ട, അതെല്ലാ നാട്ടുകാർക്കും അറിയാം. പിന്നെ എല്ലാവരും ഇങ്ങനെ ഈ പറയുന്ന പോലെ തന്നെ പേടിച്ച് ഇന്ന് നടക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ദൈവത്തെ നിന്ദിക്കണ്ടല്ലോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ അച്ഛനെ നിന്ദിക്കണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന ശാപങ്ങളേറ്റ് വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ എനിക്കതൊന്നും ഒരു കാര്യമല്ല. ഞാൻ നിന്ദിക്കേണ്ടവരെ നിന്ദിക്കുകയും ചെയ്യും, പരിഹസിക്കേണ്ടവരെ പരിഹസിക്കുകയും ചെയ്യും. കുറ്റം കണ്ടു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പറയുകയും ചെയ്യും. അതിൽ യാതൊരു ഇതുമില്ല. അപ്പം എന്താണേലും അത് പറയാനുള്ള യോഗ്യത ഒരു സഭയ്ക്കോ അല്ലെങ്കിൽ ഒരു അച്ഛനോ ഇല്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾ ജീവിക്കും, ഞങ്ങൾ പോകേണ്ടടുത്ത് ഞങ്ങൾ പോകും. ഇതിൻ്റെ അകത്ത് ദൈവവിശ്വാസത്തിൻ്റെ ഒരു കാര്യം വരുന്നില്ല. പുറത്ത് എവിടെ പോകണം, ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഇന്ത്യയിൽ നല്ല സാലറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40,000 രൂപ 50,000 രൂപ സാലറി കിട്ടുകയാണെങ്കിൽ ഒരു നേഴ്സും ഇവിടുന്ന് ഈ ഇന്ത്യ വിട്ടു പോവില്ല. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ കേരളത്തിൽ എന്തിനു വേണ്ടി ഈ പറയുന്ന ഈ സഭയുടെ ഒക്കെ എന്തിനു വേണ്ടി ഹോസ്പിറ്റൽസ് ഉണ്ട്, അവിടെയൊക്കെ നല്ല സാലറി നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അപ്പം അതിപ്പോൾ അങ്ങനെ ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾ മിണ്ടാതെ വായു വെല്ലു ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആരും കൂടുതൽ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വേണ്ട. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ എന്താണേലും നമ്മുടെ ടോപ്പിക്ക് വിട്ടുപോയി. അപ്പോൾ എനിക്ക് പ്രതിഷേധിക്കാനുള്ളൊരു അവസരം കിട്ടിയോണ്ട്, ഇതിനെ സംബന്ധിച്ചത് കിട്ടിയോണ്ട് ഞാനങ്ങ് പ്രതിഷേധിച്ചതേ ഉള്ളൂ. അപ്പോൾ വേറൊന്നുമല്ല, നേഴ്സുമാർ നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോവുക. നമുക്ക് നല്ല സാലറി കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന, നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് എല്ലാവരും പോയി അവനവൻ്റെ കാര്യം നോക്കുക. ഈ പറയുന്ന അച്ഛന്മാരും ഈ പറയുന്ന സഭയൊന്നും നമ്മുടെ വായിലോട്ടൊന്നും ഉരുട്ടിക്കയറ്റി തരാനില്ല. നമുക്കൊന്നും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരുത്തനും കാണാനില്ല. നമ്മുടെ കൈ കാശുണ്ട് അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ ജീവിക്കുന്നു. അതേപോലെ നിങ്ങളും നമ്മളും എല്ലാം നമ്മുടെ സമൂഹങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നന്നാവും. അത്രയേ ഉള്ളൂ പറയാനുള്ളൂ. അപ്പോൾ എനിവേ നിങ്ങൾ അപ്പം ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ചെയ്യാൻ മറക്കാതിരിക്കുക. എന്താണേലും ഇതിനെ എതിർത്താണേലും എന്താണേലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. കാരണം ഒത്തിരി പേര്, എനിക്കറിയാവുന്ന ഒത്തിരി പേര് നമ്മുടെ നാട്ടിൽ പുറത്തു പോകാൻ വേണ്ടി താല്പര്യം ഉണ്ടായിട്ടും എത്രയോ പേര് OET ഒക്കെ 5, 6, 8 പ്രാവശ്യമൊക്കെ എഴുതി ഫെയിലായിട്ട് നിൽക്കുന്നവരുണ്ട്. അതേപോലെ IELTS എഴുതിയിട്ട് കിട്ടാത്തവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു സുവർണാവസരമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനുള്ള ഞാൻ പറയുന്നത്, ഇതിൻ്റെ അകത്ത് ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.